ആയുധങ്ങളുമായി വന്നിരിക്കുന്നു. അവർ വെറും നാടുവെക്കാരല്ല, നാട് പിടിച്ചടക്കി ജനങ്ങളെ അടിമകളാക്കാൻ വന്നിരിക്കുകയാണ്. മന്ത്രി, ഇനി നാം എന്താണ് ചെയ്യേണ്ടത്? മഹാരാജാവേ, നല്ല ആയുധങ്ങൾ പോലും കൈവശമില്ലാത്ത നാം വിദേശികളോട് എതിർത്താൽ പരാജയം നിശ്ചയമാണ്. ഏറ്റുമുട്ടുന്നതിന് മുമ്പേ പരാജയം വിഭാവനം ചെയ്യുന്ന ആൾ നല്ല ഭരണസാരഥിയല്ല. കുട്ടികൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ലിത്. യുദ്ധത്തെ പറ്റി സംസാരിക്കേണ്ടത് വീരന്മാരാണ്. അവർക്ക് വേണ്ടതെല്ലാം നാം നൽകിയാൽ അവർ നമ്മളെ എതിർക്കുകയില്ല. ഉള്ള ആയുധങ്ങൾ വെച്ച് നമുക്ക് പൊരുതി നോക്കാം. ഭയന്ന് പിന്മാറുന്നതിനേക്കാൾ നല്ലത് പൊരുതി തോൽക്കുന്നതാണ്. അച്ഛൻ അനുവദിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഞാൻ പരിഹരിക്കാം. മന്ത്രി, നിങ്ങൾ ഭീരുവായി മാറി നിൽക്കുമ്പോൾ ഈ വെല്ലുവിളി സ്വീകരിക്കേണ്ടത് എന്റെ കടമയാണെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛ എന്നെ അനുഗ്രഹിച്ച യാത്രയാണ്. స్వాములందరూ తనకు